السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് തഖ്വയുള്ള മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സന്ദർഭത്തിലാണ് ഉള്ളത്. അടുത്ത 5 വർഷത്തേക്കുള്ള നിയമസഭാ സാമാജികരെ തിരഞ്ഞെടുക്കുന്ന നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് അടുത്ത വ്യാഴാഴ്ചയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഭരണാധികാരത്തെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളും ജനാധിപത്യ സംവിധാനത്തെ ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതും ഭരണകർത്താക്കളുടെ കടമകളും തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട ധാർമ്മിക മര്യാദകളുമൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് സാന്ദർഭികമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഭരണാധികാരം എന്നുള്ളത് അള്ളാഹുവിലാണ് ആത്യന്തികമായി നിക്ഷിപ്തമായിട്ടുള്ളത് എന്നാണ്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം ആലി ഇംറാനിലെ 26-ാമത്തെ വചനത്തിൽ അത് അള്ളാഹു അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധം പ്രഖ്യാപിക്കുന്നുണ്ട്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഉതിൽ മുൽക മൻ തശാ. നബിയെ പറയുക, പ്രഖ്യാപിക്കുക, അള്ളാഹുവേ, അള്ളാഹു ആരാണ്? മാലിക്കൽ മുൽക്ക്, മാലിക്കൽ മുൽക്ക്, സർവ അധികാരത്തിൻ്റെയും രാജാധികാരത്തിൻ്റെയും ഉടമസ്ഥനാണ്. തുഉതിൽ മുൽക മൻ തശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അവൻ ഉദ്ദേശിച്ചവരിൽ നിന്ന് അധികാരം അവൻ തിരിച്ചു വാങ്ങുന്നു. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, അവൻ ഉദ്ദേശിച്ചവരെ അവൻ പ്രതാപവാന്മാരാക്കുന്നു, ഔന്നത്യത്തിലാക്കുന്നു. അവൻ ഉദ്ദേശിച്ചവരെ അവൻ നിന്ദനാക്കുന്നു. ബിയദിക്കൽ ഖൈർ, എല്ലാ നന്മകളും അള്ളാഹുവിൻ്റെ കൈവശമാണുള്ളത്, അള്ളാഹുവിങ്കലാണുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. താൽക്കാലികമായി മനുഷ്യർക്ക് അള്ളാഹു അധികാരം നൽകുകയാണ് ചെയ്യുന്നത്. ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും വ്യത്യസ്ത വിഭാഗം ആളുകൾക്ക് അള്ളാഹു ഭരണം നടത്തുവാൻ വേണ്ടി നിശ്ചയിച്ചു കൊടുക്കുന്നത്. ആ കാലയളവ് അവൻ ഭരിക്കുന്നു.
പിന്നീട് മറ്റൊരു വിഭാഗം ആളുകൾ വന്ന് ആ ഭരണം ഏറ്റെടുക്കുന്നു. അപ്പോൾ ചില ആളുകൾ ഭരണത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നു, ചില ആളുകൾ ഭരണം ഏറ്റെടുക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിയന്ത്രണവും അള്ളാഹുവിൻ്റെ അധികാരവും അനുസരിച്ചാണെന്നാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഭരണമാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. നാം ഒരിക്കലും അധികാരത്തിൽ വരികയില്ല എന്ന് പ്രതീക്ഷിച്ച ആളുകൾ പെട്ടെന്ന് അധികാരത്തിൽ വരികയാണ്. അതുപോലെ തന്നെ വളരെ കാലം അധികാരം കൈകാര്യം ചെയ്തിരുന്ന ഭരണകർത്താക്കൾ ഒരു സുപ്രഭാതത്തിൽ അധികാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയാണ്. ഇതൊക്കെ നടക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ്, അള്ളാഹുവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇസ്ലാമിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കേണ്ടത് ജനാധിപത്യമായ രീതിയിലാണ്. നമുക്കറിയാം, ലോകത്ത് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമായും 3 രൂപത്തിലാണ്. ഒന്ന് രാജാധിപത്യമാണ്. രാജാവ് തൻ്റെ ബന്ധുക്കൾക്ക്, തൻ്റെ മക്കൾക്ക് അധികാരം കൈമാറുന്ന സിസ്റ്റമാണ്. മറ്റൊന്ന് സ്വേച്ഛാധിപത്യമാണ്. പട്ടാള ഭരണവും മറ്റും നടത്തുന്ന ആളുകൾ അവർ അധികാരം ഏറ്റെടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ഭരണം നടത്താം. വേറൊന്ന് ജനാധിപത്യമാണ്. ജനങ്ങൾ തങ്ങളുടെ ഭരണാധികാരിയെ ഭൂരിപക്ഷ അഭിപ്രായപ്രകാരം തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയ. ഭരണാധികാരികൾ തിരഞ്ഞെടുക്കാനും കാര്യങ്ങൾ തീരുമാനിക്കുവാനുള്ള പരമാധികാരം ജനങ്ങൾക്ക് ആവുന്നതാണ് ജനാധിപത്യം എന്നുള്ളത്. അത് രാജാവിനാകുമ്പോൾ രാജാധിപത്യമാണ്. അത് സ്വേച്ഛാധിപതിയായ ഒരു ഭരണകർത്താവിനോ ഒരു പട്ടാളാധിപനാകുമ്പോൾ അത് സ്വേച്ഛാധിപത്യമാണ്. ഇതിൽ ഇസ്ലാം അംഗീകരിക്കുന്നത് ജനാധിപത്യമാണ്. പ്രവാചകന് ശേഷമുള്ള ഖലീഫമാരെ തെരഞ്ഞെടുത്ത രീതി നമ്മൾ പരിശോധിച്ചാൽ അതിലെല്ലാം തന്നെ ഭൂരിപക്ഷ അഭിപ്രായപ്രകാരം എല്ലാവരോടും അഭിപ്രായം തേടിയിട്ടാണ് അവരെ തെരഞ്ഞെടുത്തിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ സഹാബികളെല്ലാം തന്നെ ബനു സായിദയുടെ ഹാളിൽ ഒരുമിച്ച് കൂടിയും കൊണ്ട് ഇനി ആരായിരിക്കണം അടുത്ത ഭരണാധികാരി, ഖലീഫ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് നിർദ്ദേശിച്ചത്. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വന്ന് മറ്റുള്ള ആളുകളുടെ ബൈഅത്ത് വാങ്ങുകയുണ്ടായി. ബൈഅത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഖലീഫയാവുന്നത് ഞാനിത് അംഗീകരിക്കുന്നു എന്നുള്ള ഒരു രീതിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതിന് മുമ്പായിട്ട് പ്രഗത്ഭ സഹാബിമാരെ എല്ലാം വിളിച്ചു വരുത്തി അവരോടെല്ലാം മുഷാവറ നടത്തിയതിന് ശേഷം ഉമറുൽ ഖത്താബിനെ അടുത്ത ഖലീഫയായി നിശ്ചയിക്കുകയാണ്. അവിടെയും മുഷാവറയും ഭൂരിപക്ഷ അഭിപ്രായവും പരിഗണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമറുൽ ഖത്താബ് മരണപ്പെട്ടു പോകുമ്പോൾ 6 അംഗങ്ങളുള്ള, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ 4 ഖലീഫമാരൊഴിച്ചുള്ള 6 പേരെയും ഉള്ള ഒരു 6 അംഗങ്ങളുള്ള ഒരു ശൂറ സമിതിയെ നിശ്ചയിക്കുകയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യോഗം ചേർന്നിട്ട് അതിൽ ഭൂരിപക്ഷ അഭിപ്രായപ്രകാരം നിങ്ങളൊരാളെ ഖലീഫയായി തിരഞ്ഞെടുക്കണം. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുള്ളയെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ വോട്ടാവകാശമില്ലാത്ത അംഗമായിട്ടാണ് ഉൾപ്പെടുത്തിയത് എന്നാണ്. അപ്പം മക്കളെ ഭരണാധികാരികളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. അദ്ദേഹത്തിൻ്റെ മകനെ ഖലീഫയായി വരാൻ വേണ്ടി അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ്. അപ്പോൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനും ഒഴിവാക്കുവാനും ജനങ്ങൾക്കാണ് അവകാശം എന്നാണ്. വോട്ടാവകാശത്തിൻ്റെ പുരാതന രൂപമായ ബൈഅത്ത്, ഉടമ്പടി ചെയ്യുക, നിങ്ങൾ ഖലീഫയാവുന്നത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന സിസ്റ്റം, അത് വോട്ടാവകാശത്തിൻ്റെ ഒരു പുരാതന രീതിയാണ്. ഇസ്ലാം ജനാധിപത്യ രീതിയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കാര്യങ്ങൾ കൂടിയാലോചിച്ച് ഭൂരിപക്ഷ അഭിപ്രായപ്രകാരമാണ് തീരുമാനമെടുക്കേണ്ടത് എന്നതാണ് ഇസ്ലാമിലെ വിധി. അംറുഹും ഷൂറാ ബൈനഹും, കാര്യങ്ങൾ അവർക്കിടയിൽ മുഷാവറ നടത്തേണ്ടതാണ്, കൂടിയാലോചിക്കേണ്ടതാണ്. പ്രവാചകനോട് ഖുർആൻ പറഞ്ഞു, വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങളിൽ നീ അവരോട് കൂടിയാലോചിക്കണമെന്ന് നിർദ്ദേശിക്കേണ്ടായി. സൂറത്ത് ആലി ഇംറാനിൽ നമുക്കത് കാണാം. അപ്പോൾ ഷൂറ കൗൺസിൽ, നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ രാജഭരണമാണെങ്കിൽ അവർ ഷൂറ കൗൺസിൽ അവിടെ ഉണ്ട്. അതിൽ ഇലക്ഷൻ ഉണ്ട്, തെരഞ്ഞെടുപ്പിലൂടെയാണ് അവർ അത്തരം ഷൂറ കൗൺസിൽ അംഗങ്ങളെ തീരുമാനിക്കപ്പെടുന്നത്. ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലായ സ്വാതന്ത്ര്യം, സമത്വം, എല്ലാവർക്കും നീതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇസ്ലാമും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. അവനവന് ഇഷ്ടപ്പെട്ട ആശയങ്ങളും മതത്തിലും വിശ്വസിക്കുവാനും അത് പ്രബോധനം നടത്തുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യം നൽകുന്നുണ്ട്.
ഇതൊക്കെ തന്നെ ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ പ്രക്രിയയാണ് ഇസ്ലാം അതിനോടാണ് അടുത്ത് നിൽക്കുന്നത് എന്നാണ്. ഒരു പൗരൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പൗരൻ്റെ ഏറ്റവും വലിയ ഭാഗധേയമാണ് വോട്ടവകാശം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായി നിർവഹിക്കാൻ ഇസ്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത 5 വർഷം നമ്മളെ ഭരിക്കേണ്ട, നമ്മളെ നയിക്കേണ്ട ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ശരിക്കും നമ്മൾ വിനിയോഗിക്കണം. ധാർമ്മിക ബോധമുള്ള മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക നിയമത്തിൽ അധികാരം എന്നത് മനുഷ്യനെ അഹങ്കരിക്കാനും അഴിമതി നടത്താനുമുള്ളൊരു സംവിധാനമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ വലിയൊരു ഉത്തരവാദിത്തമാണ് അധികാരം എന്നുള്ളതാണ്. എല്ലാവരും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകളോടെല്ലാം അതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം. കുല്ലുക്കും റായിൻ വ മസ്ഊലുൻ അൻ റഅയ്യത്തി. എല്ലാവർക്കും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. വൽ ഇമാമു റായിൻ വ മസ്ഊലുൻ അൻ റഅയ്യത്തി. നാട് ഭരിക്കുന്ന ഭരണാധികാരിയായ ആൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദിക്കുമെന്ന് വിശുദ്ധ റസൂലുള്ളാഹിൻ്റെ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ഒരു ചിന്ത, ആ ഒരു ബോധം അവർക്ക് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിക്കുണ്ടായിരുന്നു, റസൂലിന് ശേഷം വന്ന ഖലീഫമാർക്കുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്ത ബോധമുള്ളത് കൊണ്ടാണ് 2ാം ഖലീഫ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കിടന്നിട്ട് ഉറക്കം വരാത്തത്. രാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റ് നടക്കുകയാണ്. എൻ്റെ പ്രജകളിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ, പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കുമല്ലോ എന്നുള്ള വിചാരം കൊണ്ട് അദ്ദേഹം രാത്രിയിൽ അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഉറക്കമൊഴിവാക്കി നടക്കുകയാണ്. ഉമറുൽ അബ്ദുൽ അസീസ്, രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമറുൽ അബ്ദുൽ അസീസ് രാജഭരണത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ സർവ്വ ആഡംബരങ്ങളും ഉപേക്ഷിക്കുകയാണ്. തൻ്റെ ഭാര്യയുടെ അടുത്തുണ്ടായിരുന്ന എല്ലാ ആഭരണങ്ങളും ബൈത്തുൽ മാലിലേക്ക് കൊടുക്കാനും പറഞ്ഞുകൊണ്ട് തികച്ചും ഫക്കീറായ രൂപത്തിലാണ് അദ്ദേഹം ഭരണം നടത്തിയിരുന്നത്. ഇതെല്ലാം തന്നെ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അധികാരം എന്നുള്ളത് അത് ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത് എന്നാണ്. അപ്പം മതധാർമ്മിക മൂല്യങ്ങൾ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയത്തിലുമൊക്കെ നമ്മൾ പാലിക്കണം എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ ചിലതെല്ലാം ഹലാലാണ് എന്ന് അങ്ങനെയില്ല. മതബോധമുള്ള എല്ലാ രംഗത്തും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഒന്നാണ് അല്ലേ. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, രാഷ്ട്രീയ പ്രവർത്തകന്മാർ എതിർ സ്ഥാനാർത്ഥികർക്കെതിരെ സത്യവിരുദ്ധമായ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, വ്യക്തിഹത്യകൾ നടത്തുകയാണ്. 4 വോട്ടിന് വേണ്ടി വളരെ മോശമായ നീചമായ രൂപത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള നിർദ്ദേശങ്ങൾ വളരെ പ്രസക്തമാവുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 36-ാമത്തെ വചനത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ശരിയായ അറിവ് ലഭിക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് നീ പറയരുത്. അതിനെക്കുറിച്ച് ആ കാര്യങ്ങൾ മറ്റുള്ളവരോട് നീ പങ്കുവെക്കരുത്. മാ ലൈസ ലക ബിഹി ഇൽമു, നിനക്കറിയാത്ത കാര്യങ്ങൾ. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കാതുകൊണ്ട് കേട്ടിട്ടും കണ്ണുകൊണ്ട് കണ്ടുകിട്ടും ഹൃദയം കൊണ്ട് ചിന്തിച്ചും കൊണ്ടിട്ടാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കാത്ത, അറിവില്ലാത്ത കാര്യങ്ങൾ നീ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം ചോദിക്കും. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അതെല്ലാം ചോദിക്കപ്പെടുന്നതാണുള്ള ചിന്ത. അത് തിരഞ്ഞെടുപ്പായാലും അല്ലെങ്കിലുമൊക്കെ വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടതാണ്. വ്യക്തമായ അറിവ് ലഭിക്കാത്ത കാര്യങ്ങളെ പിന്തുടരരുത്. ഊഹങ്ങളെയും തെറ്റിദ്ധാരണയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തരുത്. കാഴ്ചയും കേൾവിയും മനുഷ്യ ഹൃദയമൊക്കെ അള്ളാഹു ചോദ്യം ചെയ്യും. രാഷ്ട്രീയ പാർട്ടിയുടെ ആദർശങ്ങളും അവരുടെ പ്രകടന പത്രികകളുമാണ് ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ വ്യക്തിഹത്യകളും വ്യാജ ആരോപണങ്ങളും അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സത്യവിശ്വാസികൾ എല്ലാ സന്ദർഭത്തിലും മൂല്യങ്ങളും വിശ്വാസവും മുറുകെ പിടിക്കുന്നവരാണ് എന്നാണ്. അത് കളഞ്ഞു കുളിക്കുന്ന ഒരു പ്രവർത്തനവും വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല.
വ്യത്യസ്ത കക്ഷികളും വ്യത്യസ്ത ആശയധാരകളും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിയമമാണ്, പ്രകൃതി നിയമമാണത്. ഇസ്ലാം അത് അംഗീകരിക്കുന്നുണ്ട്. ചിന്തയും ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയിൽ വ്യത്യസ്ത ചിന്താധാരകളും വ്യത്യസ്ത പാർട്ടികളും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. വലൗ ശാഅ റബ്ബുക ലജഅലൻ നാസ ഉമ്മത്തൻ വാഹിദ വലാ യസാലൂന മുഖ്തലിഫീൻ. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ജനങ്ങളെല്ലാം തന്നെ ഒരൊറ്റ സമൂഹമായി ഐക്യത്തിൽ ഒരേ രൂപത്തിലാക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. മനുഷ്യൻ വ്യത്യസ്ത ചിന്തകളും വ്യത്യസ്ത ആശയങ്ങളും ആദർശങ്ങളുമുള്ള ആളുകളാണ്. വലാ യസാലൂന മുഖ്തലിഫീൻ, അവർ വ്യത്യസ്ത വിഭാഗങ്ങളായി വ്യത്യസ്ത കക്ഷികളായി പാർട്ടികളായി ഭിന്നിച്ചു കൊണ്ടിരിക്കും എന്നാണ്. പക്ഷെ അതിലേറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ കക്ഷി എന്ന് വെച്ചാൽ പ്രവാചകന്മാരിലൂടെ അള്ളാഹു കാണിച്ചു തന്ന ഇസ്ലാമിൻ്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് എന്നാണ്. അപ്പോൾ ഇത്തരം പാർട്ടികൾ ലോകത്ത് ഉണ്ടാവാം, നാട്ടിലുണ്ടാവാം എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അത്തരം പാർട്ടികൾ തമ്മിൽ പരസ്പര ബഹുമാനത്തോടെ ആശയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇലക്ഷനിൽ പങ്കെടുക്കേണ്ടത് അവർ. മറിച്ച് വ്യാജ ആരോപണങ്ങളും വ്യക്തിഹത്യകളും നടത്തിയും കൊണ്ടല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സത്യവിശ്വാസികൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാലും അവർ അവരുടെ ആദർശവും മതബോധവും കളഞ്ഞു കുളിക്കുകയില്ല. ഇസ്ലാമിന് വിരുദ്ധമായി ഒരു നിർദ്ദേശങ്ങൾ അവരനുസരിക്കുകയില്ല. അത് അവരുടെ പാർട്ടി പറഞ്ഞാലും ശരി. പാർട്ടി ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ അത് അവരനുസരിക്കുവാൻ തയ്യാറാവുകയില്ല. കാരണം അവർക്ക് മതമാണ് വലുത്, അള്ളാഹുവാണ് വലുത്, അള്ളാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ് എന്ന് മൊഴിഞ്ഞവരാണ് അവർ. രാഷ്ട്രീയവും ഭരണവും അധികാരവുമൊക്കെ ഈ ലോക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ്. അത് ഭൗതിക ലോകത്ത് നിന്ന് വിട പറയുന്നതോടുകൂടി അതെല്ലാം അവസാനിക്കും. അനശ്വരമായ ലോകത്ത് സ്വീകാര്യമായ അമലുകളാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖ, പരലോകമാണ് ഏറ്റവും ഉത്തമമായതും എന്നെന്നും അവശേഷിക്കുന്നതും. പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളും വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് അള്ളാഹുവിന് നിർവഹിക്കേണ്ട ഇബാദത്തുകൾ അവൻ ഒഴിവാക്കാൻ പാടില്ല. എതിർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടി വ്യാജ ആരോപണങ്ങളും പരദൂഷണവും പറയാൻ പാടില്ല. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രൂപത്തിൽ എല്ലാ സന്ദർഭത്തിലും നന്മ ചെയ്തുകൊണ്ട് നല്ലത് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു അത്തരം വിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ പടച്ചതമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരന്മാർ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഅഫുറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയുമൊക്കെ അള്ളാഹു നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.